അയോഗ്യതയോടുകൂടി കർത്താവിനെ നാം സ്വീകരിക്കുമ്പോൾ, നാവിൽ കുർബാനയിൽ സ്വീകരിക്കുമ്പോൾ, വിശുദ്ധമായ കർത്താവിനെ നാം സ്വീകരിക്കുമ്പോൾ, അവിശുദ്ധിയിൽ നാം സ്വീകരിക്കുമ്പോൾ മാറാരോഗങ്ങളോ മരണമോ തന്നെ സംഭവിക്കാം എന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. അതേപോലെ പൗലോസ്ലീഹ പറയുന്നു, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ അപ്പം ഭക്ഷിക്കുകയും ആ പാനപാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. 1 കൊരിന്ത്യർ 11:27. അയോഗ്യതയോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക എന്നാൽ എന്താണ് സഹോദരങ്ങളെ? യേശുവിൻ്റെ ആദ്യത്തെ കുർബാനയിൽ പങ്കെടുത്ത 12 ശ്ലീഹന്മാരിൽ ഒരാളായ യൂദാസ് ഇസ്കറിയോത്ത തന്നെ ഉദാഹരണം. വിശുദ്ധമായ വിചാരങ്ങളിലല്ല അവൻ വിശുദ്ധ കുർബാന കർത്താവിനെ സ്വീകരിച്ചത്. ധനമോഹത്തിന് അടിമപ്പെട്ട് വ്യഭിചാരം തന്നെയായ വിഗ്രഹാരാധന ധനത്തിനൊന്നാം സ്ഥാനം കൊടുത്തു, കർത്താവിന് കൊടുക്കാതെ. പശ്ചാത്തപിക്കാത്ത അവസ്ഥയിൽ യൂദാസ് കുർബാന സ്വീകരിച്ചു, അവസാനം കെട്ടിത്തൂങ്ങി ചത്തു. യൂദാസിൻ്റെ വിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യോഹന്നാൻ്റെ 13:27. അതിനെ തുടർന്ന് മുൻകൂട്ടി പരിപാടിയിട്ട പ്രകാരം അവൻ തൻ്റെ ഗുരുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. വെറുപ്പും വിദ്വേഷവും അശുദ്ധിയും മനസ്സിൽ വെച്ചുകൊണ്ട് പശ്ചാത്തപിക്കാതെ വിശുദ്ധ കുർബാന യൂദാസിനെ പോലെ നാം സ്വീകരിച്ചാൽ അത് അയോഗ്യമായി തീരുന്നു, മാറാ രോഗങ്ങൾക്കും മരണത്തിനും കാരണമാകുന്നു. സഹോദരങ്ങളെ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും പരിണത ഫലമായി വിശുദ്ധ കുർബാനയിലൂടെ ഈശോ ഓരോ വ്യക്തിക്കും തന്നെ പൂർണ്ണമായി നൽകുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ കത്തോലിക്ക സഭയിലെ എത്രയോ അൾത്താരയിൽ വിശുദ്ധീകരിച്ച വാഴ്ത്തിയ അപ്പം യഥാർത്ഥ മാംസവും രക്തവുമായി മാറി സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ അതീതമായി ഇന്നും പല സ്ഥലങ്ങളിൽ അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ആചരണമാണല്ലോ വിശുദ്ധ കുർബാന. ഈശോയുടെ പീഡാസഹനവും മരണവും ഉയർപ്പും ഇല്ലായിരുന്നെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമോ ദിവ്യകാരുണ്യമോ അപ്പമോ ഉണ്ടാകുമായിരുന്നില്ല. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് കർത്താവ്. ആകാശവും ഭൂമിയും കടന്നുപോയാലും അവിടുത്തെ വചനങ്ങൾ കടന്നു പോകുന്നില്ല. സഹോദരങ്ങളെ, പീഡാസഹനവും കുരിശുമരണവും ഏറ്റെടുത്ത യേശുവിനെ ഏറ്റവും മഹത്വപൂർണ്ണമായ ഉയർപ്പും പിതാവായ ദൈവം നൽകി. യേശു തന്നെ നമുക്ക് നൽകുന്ന വിശുദ്ധ കുർബാന വിശുദ്ധിയോടുകൂടി നമുക്ക് സ്വീകരിക്കാം, വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ.